നസ്ലിനും കല്യാണി പ്രിയദർശനൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്ന ലോക എന്ന് പറയുന്ന സിനിമയുടെ ടീസറും ട്രെയിലറും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. ഡയറക്ഷൻ വൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ എന്തായാലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഓൾറെഡി അദ്ദേഹം 2017 ഒരു സിനിമ ചെയ്തിട്ടുള്ളതാണ്, തരംഗം എന്ന് പറയുന്ന സിനിമയാണ്. അത് തിയേറ്ററിക്കലി നല്ല രീതിയിൽ തന്നെ വിജയമായ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംവിധായകന്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്ന രീതിയിലും വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണല്ലോ. അപ്പൊ ഇതിന്റെ ടീസറും ട്രെയിലറും കണ്ടിട്ടൊക്കെ തന്നെ ഇതിന്റെ സിനിമയുടെ ബഡ്ജറ്റ് എത്രത്തോളം ആയിരിക്കും എന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഒട്ടുമിക്കവർക്കും തന്നെ ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതിന്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഇതിന്റെ ആക്ടേഴ്സിന്റെ സാലറി, ഡയറക്ടറിന്റെ സാലറി, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ സിനിമ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 31 കോടി രൂപയോളമാണ് എന്തായാലും വന്നിരിക്കുന്നത്. അത് സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാനാണ്. പിന്നെ നമുക്കറിയാം ഈ സിനിമയുടെ ഒരു മെയിൻ സെൻട്രൽ ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണി പ്രിയദർശനാണ്. അപ്പൊ കല്യാണി പ്രിയദർശൻ ഈ സിനിമയ്ക്ക് ചാർജ് ചെയ്തിരിക്കുന്ന 1 കോടി രൂപയാണ്. കല്യാണി പ്രിയദർശന് പൊതുവെയുള്ള സാലറി സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇത്രമല്ല, ഒരു 25 ലക്ഷം മുതൽ 1 കോടി വരെയാണ് പൊതുവെ ചാർജ് ചെയ്യാറുള്ളത്. 1 കോടി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വലിയ സിനിമകൾക്ക് മാത്രമാണ്. പിന്നെ ഈ സിനിമ 1 കോടി ചാർജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് അത്യാവശ്യം ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സിനിമ തന്നെയല്ല. നമ്മൾ ആ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം ഫിസിക്കലി എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് എഫേർട്ടുകളും കാര്യങ്ങളും ഈ പറയുന്ന കല്യാണി പ്രിയദർശന്റെ ഭാഗത്ത് നിന്നും ഈ സിനിമക്ക് കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന 1 CR കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ സാലറി ആയിട്ട് നിലം വരുന്നത്. പിന്നെ സിനിമയിൽ നസ്ലിന്റെ സാലറി എന്ന് പറയുന്നത് 1.25 കോടി രൂപയാണ്. പിന്നെ ഇതിന്റെ സംവിധാനമുള്ള ഡൊമിനിക് അരുണിന്റെ സാലറി എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. നമുക്കറിയാം ഇത് അദ്ദേഹത്തിന് വെറും രണ്ടാമത്തെ സിനിമ മാത്രമാണെങ്കിൽ പോലും ഇത്രയധികം സാലറി കിട്ടാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് വൈസ്, അതായത് സിനിമയുടെ വലിപ്പം വളരെ കൂടുതലാണ്. അപ്പൊ അത്രയും വലിയൊരു സിനിമ കൺട്രോൾ ചെയ്ത അല്ലെങ്കിൽ മേക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഇത്രയധികം സാലറി എന്തായാലും കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയും നല്ല രീതിയിൽ തന്നെ തിയേറ്ററിക്കലി സക്സസ് ആയ ഒരു സിനിമയാണ്. തരംഗം എന്ന് പറയുന്ന ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിജയ സിനിമ സംവിധാനം ചെയ്തൊരു സംവിധായകന്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്ന രീതിയിലും അദ്ദേഹത്തിന്റെ നല്ല രീതിയിലൊരു സാധ്യത മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടും ഉണ്ട്. ഈ സിനിമയിൽ ഒരുപാട് ക്യാമിയോസും എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്നാലും കറക്റ്റ് ആയുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് എന്നാലും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.